ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു അടിപൊളി മീൻ കറിയാണ് ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു മീൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കടുക്, ഉലുവ, പിന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി നീളത്തിൽ മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് വളംപുളി എടുത്തിട്ട് അത് പിഴിഞ്ഞൊഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം അത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു അരവിനെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു നമുക്ക് മീൻ വേകുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അയലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചതാണ്. നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി നമുക്കിതിലൊന്ന് തിളച്ച് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു പരുവാകുന്നവരെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ മണം അടിച്ചിട്ട് തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അടച്ചിട്ട് ഇതിൻ്റെ ആവിയൊന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല കപ്പ പുഴുങ്ങിയതിലേക്ക് ഈ മീൻകറി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, പൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.